ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 10 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പി എസ് സി എക്സാമുകളിലൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ റാങ്കിലേക്ക് എത്തിക്കുന്ന, നമ്മൾ ആരും കേൾക്കാതെയൊക്കെ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സ്വദേശി വസ്ത്ര പ്രചാരിണി സഭയുടെ സ്ഥാപകൻ ആരാണ്? നമ്മൾ കേൾക്കാത്തൊരു ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വദേശി വസ്ത്ര പ്രചാരിണി സഭയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലകാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ്, തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് എന്നാണ്? തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് എന്നാണ്? 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. അപ്പോൾ ഓർത്തു വച്ചോ, 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. അതേപോലെ തന്നെ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ള, അദ്ദേഹമാണ് ഈ പറയുന്ന സ്വദേശി നാവിഗേഷൻ സ്റ്റീം കമ്പനി സ്ഥാപിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാ? വി.ഒ. ചിദംബരം പിള്ള തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പി എസ് സിക്കാർ കേട്ടേക്കുന്നതാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണെന്നുള്ളത്. അത് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുമുണ്ട്. അതിന്റെ ഉത്തരമാണ് വി.ഒ. ചിദംബരം പിള്ള. ഇനി പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ആരംഭിച്ചത് ഈ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ വെച്ചാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി 1906 ആരാണ് നിലവിൽ ഈ കമ്പനി സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ള. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ ചെമ്മീൻ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ചെമ്മീൻ തലസ്ഥാനം നെല്ലൂരാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ചെമ്മീൻ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കാരണം ആന്ധ്രാപ്രദേശിനെ കുറിച്ചൊന്നും ഞാൻ ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് മൊത്തം പഠിച്ചാണ്. അതേപോലെ തന്നെ അതിന്റെ കറണ്ട് അഫയേഴ്സും മൊത്തമായി പഠിച്ച് തീർത്തു പോയ ആളാണ്. ഓക്കെ, ഇനി നമ്മുടെ തമ്പനയിലിൽ കിടന്ന ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ വാഹനാപകടത്തിൽ മരിച്ച ആദ്യ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. എന്ത്? കേരളത്തിൽ വാഹന അപകടത്തിൽ മരിച്ച ആദ്യ വ്യക്തിയാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ടാണ്. മിക്കപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ട്വിസ്റ്റ് ആയിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാന്ന് കരുതിയത്. ഓക്കെ, ഇനി നമുക്കറിയാം സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ളത്. സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് വന്ന പ്രമുഖ സിദ്ധാന്തമാണ് സേഫ്റ്റി വാൽവ് തിയറി. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് അതിനെക്കുറിച്ച്. പക്ഷെ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. കാരണം സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം വെഡർബൻ ആണ്. സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഓക്കെ, വില്യം വെഡർബനെ കുറിച്ച് പറയുകയാണെങ്കിൽ വില്യം വെഡർബൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയും 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശിയുമാണ് ഈ പറയുന്ന വില്യം വെഡർബൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഏതൊക്കെ സമ്മേളനങ്ങളിലെ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ 1889 1910. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് 1889 സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പണ്ഡിത രമാബായി ഉൾപ്പെടെ 10ഓളം സ്ത്രീകളായിരുന്നു പങ്കെടുത്തത്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തു വെച്ചോ. അതാണ് വില്യം വെഡർബനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിക്കാറുള്ളത്. ഓക്കെ, ഈ വില്യം വെഡർബൻ എന്ന് പറയുന്ന വ്യക്തി, വില്യം വെഡർബൻ എന്ന് പറയുന്ന ആള് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചേക്കണ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിദേശി എന്ന് പറയുന്ന ആ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ആള്, നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, അതേപോലെ സ്ഥാപക ജനറൽ സെക്രട്ടറി, പിതാവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് എ.ഒ. ഹ്യൂം, അലൻ ഒക്ടോവിയൽ ഹ്യൂം.
നമ്മൾ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു പോയതാണ്. ഏവോഹ്യൂം ഏത് രാജ്യക്കാരനാണ്? അതേപോലെ തന്നെ ഏവോഹ്യൂം അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്നതാണ് പൂർണ്ണനാമം. ഏവോഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? വില്യം വെഡർബൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വില്യം വെഡർബൻ ആണ് ഏവോഹ്യൂമിന്റെ ആത്മകഥ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം വെഡർബൻ ആണ്. മക്കളെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ വില്യം വെഡർബൻ ആണ്. നമ്മൾ അന്നും പറഞ്ഞതാണ്, വില്യം വെഡർബൻ എന്ന് പറയുന്ന വ്യക്തി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം എങ്ങോട്ടേക്ക് പോവുക? ലാല ലജ്പത് റായ്, അതായത് പഞ്ചാബ് സിംഹം എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം, ഇനി ഓപ്ഷനിൽ വില്യം വെഡർബൻ മാത്രമുള്ളൂ എങ്കിൽ അതിന്റെ ഉത്തരം ഏത് തന്നെയാണ്? വില്യം വെഡർബൻ ആണ് ശരിക്കും. പക്ഷെ PSC ഇപ്പോഴും ആൻസർ കൊടുക്കുന്നത് ലാല ലജ്പത് റായ് ആണ്. ഓക്കെ, ഇനി SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1939 ത്രിപുര സമ്മേളനത്തിലാണ്. ത്രിപുരി സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ഈ പറയുന്ന 1939 ത്രിപുരി സമ്മേളനം. ബ്രിട്ടീഷ് അതായത് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനി ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ ഒരു സമ്മേളനത്തോടു കൂടി. ഓക്കെ, അപ്പോ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി. അനൈക്യം മൂലം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം പ്രസിഡന്റ് ആയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കാരണം നമ്മൾ അതൊക്കെ പഠിച്ചു പോയതാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, കാൾസാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? കാൾസാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അത് ചൊവ്വയിലാണ് കാൾസാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധം നിലവില് ഒന്നാം ലോക മഹായുദ്ധവും അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ഇടവേള എത്ര വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് 21. അപ്പോ ഒന്നാം ലോക മഹായുദ്ധവും അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും തമ്മിൽ നോക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള വർഷം ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 21 വർഷമാണ്. ഭരണഘടനയുടെ എത്രാം അനുച്ഛേദമാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 263 ഭരണഘടനയുടെ എത്രാം അനുച്ഛേദമാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 263. ജന്മഭൂമി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, ജന്മഭൂമി പത്രം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യാണ്. നമുക്കറിയാം പട്ടാഭി സീതാരാമയ്യ ഒക്കെ INC-യിലെ ആ ഒരു ക്ലാസ്സിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞാണ്. INC-യുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. അതേപോലെ തന്നെ എന്താണ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പട്ടാഭി സീതാരാമയ്യ ആണ് പറഞ്ഞത് INC എന്ന് പറയുന്നത് നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഇതിൻ്റെ അന്ന് വരുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് വളരെയധികം റാങ്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മളെപ്പോഴും പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ ക്ലാസ്സുകളും അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ക്ലാസ്സുകളാണെങ്കിലും അതിൻ്റെ അത് നിങ്ങളുടേതായിട്ട് ഒരു ലെവലിൽ ചെറിയ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്യേണ്ടത്. പുതിയ കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങളൊന്നും ഇനി റിവിഷൻ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏതൊക്കെ സബ്ജക്റ്റാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. എക്കണോമിക്സ്, കേരള ഭരണ സംവിധാനം, പദ്ധതികൾ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഠനം മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. സ്വദേശി വസ്ത്ര പ്രചാരണി സഭയുടെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലക്. തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് 1906 ഇന്ത്യയുടെ ചെമ്മീൻ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കേരളത്തിൽ വാഹനാപകടത്തിൽ മരിച്ച ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം വെഡർബൻ ആണ്. ആൻസറിൽ വില്യം വെഡർബൻ ഇല്ലെങ്കിൽ മാത്രം ലാലാ ലജ്പത് റായിലേക്ക് പോവുക. ഏവോഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ INC-യുടെ 2ാമത്തെ വിദേശി പ്രസിഡന്റ് ആയിട്ടുള്ള വില്യം വെഡർബൻ ആണ്.
SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ 1939 ത്രിപുര സമ്മേളനത്തിനാണ് ആര് SK പൊറ്റക്കാട് പങ്കെടുത്തത്. ഇനി കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ്. ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധവും ഇടയിലുള്ള വർഷം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 21 വർഷമാണ്. ഭരണഘടനയുടെ എത്രാം അനുച്ഛേദമാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 263. ജന്മഭൂമി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ 10 ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങളുടെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.